കേരള സ്റ്റൈൽ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി കൂടാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്ക് 3 മാരിനേഷൻ ആവശ്യമുണ്ട്. ഫസ്റ്റായിട്ട് ഞാനിവിടെ കുറച്ച് മോരെടുത്തിട്ടുണ്ട്. മോരില്ലെങ്കിൽ 1 കപ്പ് തൈരിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുത്താൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് വേണം. പിന്നെ ഇതിന് മെയിനായിട്ട് നല്ല ഫ്ലേവർ കൊടുക്കുന്ന 2 സാധനങ്ങളാണ് അനിയൻ പൗഡറും ഗാർലിക് പൗഡറും. ഇത് രണ്ടും നമ്മുടെ മിക്കവരുടെ വീട്ടിലുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇത് രണ്ടും ഉപയോഗിക്കാണ്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാളയും എടുക്കാം നമുക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എത്ര എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് 1 സ്പൂൺ വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് നമുക്ക് ഈ ഒരു ബട്ടർ മിൽക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ റെഡിയായി. ഇനി ഞാൻ ചിക്കൻ പീസസ് ഒരു 7 ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. വലിയ പീസാണ് കേട്ടോ, ബിരിയാണി പീസ്. അത് നമുക്ക് ഈ ഒരു ബട്ടർ മിൽക്കിൻ്റെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നോർമലി ഞാനിത് ഓവർനൈറ്റാണ് ചെയ്യാറ്, പക്ഷേ ഇന്ന് ഞാൻ 4 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിനെ നമുക്ക് ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം അടുത്ത 2 മാരിനേഷൻ കൂടി തയ്യാറാക്കാം. ഇനി സെക്കൻഡ് മാരിനേഷന് ഞാൻ 1 കപ്പ് മൈദയിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്പൈസ് പൗഡേഴ്സ്, സാധാരണ നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ഇടുന്ന മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഈ ഒരു 4 സ്പൈസസ് അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർക്കാം കേട്ടോ. പിന്നെ 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 മുട്ടയാണ്, മുട്ടയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം വേണം. തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് കലക്കി ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ഒരുപാട് തിക്കാവരുത്, ഒരുപാട് തിന്നും ആവരുത്. അപ്പോൾ ഇത് സെക്കൻഡ് മാരിനേഷൻ റെഡിയായി. ഇനി 2.5 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 3ാമത്തെ മാരിനേഷനും റെഡിയായി. ഇതിലേക്ക് ഞാൻ നോർമലി അനിയൻ പൗഡറും ഗാർലിക് പൗഡറും ചേർക്കാറുണ്ട്. ഇന്ന് ഞാൻ ചേർക്കുന്നില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ബാറ്ററിൽ നമ്മൾ തയ്യാറാക്കിയ ആ ബാറ്ററിലൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് ഒന്ന് ഇതുപോലെ കുടഞ്ഞെടുത്തിട്ട് നേരത്തെ നമ്മുടെ മൈദയുടെ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. ആ കോട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. കാരണം ചെറുതായിട്ട് ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്, പക്ഷെ വളരെ കെയർഫുള്ളായിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ. നമ്മുടെ ചിക്കനിൽ ഒട്ടും നനവ് ഉണ്ടാവാൻ പാടില്ല. ആ നനവ് പോകുന്ന വരെ നമ്മളിങ്ങനെ മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണം. ഇതൊരു ജെൻറ്റിലായിട്ട് സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഈ മൈദ മൊത്തമായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അവസാനമായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം, ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഇതാണ് മെയിൻ പരിപാടി ഇതിൻ്റെ. കണ്ടില്ലേ, ഇപ്പം തന്നെ നമ്മുടെ ടെക്സ്ചർ ഏകദേശം നമുക്ക് വന്നിട്ടുണ്ട്. ആ കുടഞ്ഞു കൊടുത്തിട്ട് എക്സ്ട്രാ ഉള്ള മൈദ ഒക്കെ നമ്മൾ തട്ടി കളയണം. അപ്പം ഞാൻ ആദ്യം 2 എണ്ണമാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്യുന്നത് അത് മാത്രം ആക്കി വെക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് മാരിനേറ്റ് ചെയ്യേണ്ട. പിന്നെ നമ്മുടെ മൈദയുടെ മിക്സിൽ ഇതുപോലെ ബാറ്ററിൻ്റെ ചെറിയ പീസസ് ഉണ്ടാവും. ഒരു 3 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഞാൻ ഓരോ 3 എണ്ണം ചെയ്യുമ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് മുക്കി പൊരിക്കണം. നല്ല ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. ഇത് മുങ്ങിക്കിടന്ന് പൊരിഞ്ഞാൽ മാത്രമേ നല്ലൊരു എന്താ പറയുക, അതിൻ്റെതായ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് മാറ്റാം. ഇപ്പം കണ്ടില്ലേ നല്ല ടെക്സ്ചർ വന്നില്ലേ. നമ്മൾ ഓട്സ് പൊടിയോ കോൺഫ്ലേക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല, വെറും മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ സംഭവം വളരെ എളുപ്പമാണ്, വലിയ പ്രോസസ്സൊന്നുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേരള സ്റ്റൈൽ ബ്രോസ്റ്റഡ് ചിക്കൻ. ഫ്ലേവറൊക്കെ നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ, അതൊന്നും ആരും പേടിക്കണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ്. എനിക്ക് അവസാനത്തെ ആ ഒരു മൈദയുടെ മിക്സിൽ കുറച്ച് അനിയൻ പൗഡറും ഗാർലിക് പൗഡറും കൂടി ഇട്ടാൽ കൊള്ളായിരുന്നു എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാണ്ടൊക്കെ അടിപൊളിയാണ്. ആ ടെക്സ്ചർ ആയാലും പിന്നെ ചിക്കൻ്റെ അകം വെന്തിട്ടുണ്ടോ എന്ന് സംശയം വരാം, ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ജ്യൂസി ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒന്നും വേണ്ട, നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്യാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.